കലിപ്പനി ചായന്റെ കുറുമ്പി പെണ്ണ് അവസാന ഭാഗം. രചന നുസൈബ ഷമീർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി. അവളുടെ ദേഹത്തെങ്ങാനും തൊട്ടാ ആ കായ് ഞാൻ വിട്ടു. പെരുന്നാൾ ജനക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി കറുത്ത കുർത്തയും മുണ്ടുമുടുത്ത് കണ്ണിൽ കനലുമായി അതങ്ങോട്ട് നടന്നു വന്നു. ഗുണ്ടകൾ തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പ് തന്നെ അവന്റെ വലതു കൈ വായുവിൽ ഉയർന്നു. ഒരൊറ്റയിടി പ്രധാന ഗുണ്ട ദൂരെ പോയി തെറിച്ചു വീണു. അടുത്തവനെ നെഞ്ചിന് കുത്തിപ്പിടിച്ച് ആ റോഡിലെ ചുമരിലേക്ക് ചേർത്ത് നിർത്തി. ആ കട്ടമീശക്കാരന്റെ കണ്ണുകളിൽ അപ്പോൾ ദേഷ്യം ജ്വലിക്കുന്നുണ്ടായിരുന്നു. എന്റെ പെണ്ണിന് നേർക്ക് കൈ നീട്ടാൻ നിനക്കൊക്കെ അത്രക്ക് ധൈര്യമായോടാ? ആദം അലറി. എന്റെ പെണ്ണ് എന്ന് ആദം വിളിച്ച ആ ഒരൊറ്റ സെക്കൻഡിൽ സാറയുടെ ഹൃദയം ഒരു 100 വട്ടമൊന്നും ഇടിച്ചു. മരിയും ആനും വായുപൊത്തി അത്ഭുതത്തോടെ നോക്കി നിന്നു. ആദത്തിന്റെ അടിയണ്ട് ബാക്കി ഗുണ്ടകൾ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. അടി കഴിഞ്ഞ് മുണ്ടക്കം തട്ടിയൊതുക്കി ശ്വാസമെടുത്ത് ആദം പതുക്കെ സാറയുടെ നേർക്ക് തിരിഞ്ഞു. അവന്റെ കലിപ്പ് നിറഞ്ഞ കണ്ണുകൾ പതുക്കെ ശാന്തമായി. സാറ കണ്ണുകൾ മിഴിച്ച് പ്രണയത്തോടെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആദം പതുക്കെ സാറയുടെ തൊട്ടുമുമ്പിൽ വന്നിരുന്നു. എന്നിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. ചുണ്ടിലൊരു കള്ളച്ചിരിയോടെ കട്ടിമീശ ഒന്ന് പിരിച്ചു. എടി കുറുമ്പി പെണ്ണേ, എപ്പോഴും ഇങ്ങനെ പണി ചോദിച്ച് വാങ്ങാനാണ് നിന്റെ ഭാവം? ആദം പതുക്കെ ചോദിച്ചു. ഈ ചായനെ എന്റെ പെണ്ണെന്ന് വിളിച്ചല്ലോ, ആ സത്യാണോ? സാറ് നാണത്തോടെ ചോദിച്ചു. ആദം ചുറ്റും നോക്കി. മരിയും മാനും ദൂരെ മാറിയുന്ന തംസപ്പ് കാണിക്കുന്നുണ്ട്. ആദം പതുക്കെ സാറയുടെ മുഖത്തേക്ക് മുഖടുപ്പിച്ചു. ആരും കേൾക്കാത്ത ശബ്ദത്തിൽ പറഞ്ഞു. എടി കുറുമ്പി, നിനക്ക് എന്നെ അത്രക്ക് ഇഷ്ടമാണോ? ഇഷ്ടല്ല ചായ, ജീവനാ. സാറ ആദത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി ഉറപ്പിച്ച് പറഞ്ഞു. ആദം ആദ്യമായി അവിടെ മുമ്പിൽ വെച്ച് ഉച്ചത്തിലൊന്ന് ചിരിച്ചു. ആ കാഞ്ഞിരപ്പള്ളി പെരുന്നാൾ വെളിച്ചത്തിൽ ആദത്തിന്റെ ചിരി സാറയുടെ മനസ്സിൽ എന്ന് ഓർക്കാനുള്ള ഒരു മനോഹരമായ ചിത്രമായി മാറി. പെരുന്നാൾ കഴിഞ്ഞു വന്നിട്ടും സാറക്ക് ഉറക്കം വന്നിരുന്നില്ല. എന്റെ പെണ്ണ് എന്ന് ആദം വിളിച്ചതും ആ കട്ടിമീശക്കാരൻ ഇച്ചായൻ തന്റെ മുമ്പിൽ വെച്ച് ആദ്യമായി ഉറക്കെ ചിരിച്ചതും ഓർത്ത് അവൾ കിടക്കയിൽ കിടന്ന് ഉരുളുകയായിരുന്നു. പെട്ടെന്നാണ് സാറയുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്ത്. നോക്കിയപ്പോൾ ഒരു അൺനോൺ നമ്പറിൽ നിന്നുള്ള വാട്സാപ്പ് മെസ്സേജ്. എടി കുറുമ്പി, ഉറങ്ങിയില്ലെങ്കിൽ പതുക്കെ ആ ജനലരിയിലേക്കൊന്ന് വന്നേ. സാറയുടെ ഹൃദയം പടപടാൻ ഇടിക്കാൻ തുടങ്ങി. ആൾ വേഗം എഴുന്നേറ്റ് ജനൽപ്പാടികൾ പതുക്കെ തുറന്നു. തണുത്ത കാഞ്ഞിരപ്പള്ളി കാറ്റ് അകത്തേക്ക് അടിച്ചു കയറി. താഴെ മാളിയകിൽ തറവാടിന്റെ അതിർത്തിയിലെ റബ്ബർ തോട്ടത്തിന്റെ വശത്ത് തന്റെ താറിന്റെ ഫോണിൽ ചാരി ഫോൺ നോക്കി നിൽക്കുകയാണ് ആദം. സാറ് വേഗം ഫോൺ എടുത്ത് തിരിച്ച് മെസ്സേജ് അയച്ചു. ഇച്ചാനെന്താ ഈ അർദ്ധരാത്രിയുടെ? ആരെങ്കിലും കാണും? ആദം തലയുയർത്തി അവളുടെ ജനലിലേക്ക് നോക്കി. എന്നിട്ട് ഫോണിലൂടെ വിളിച്ചു. സാറ് വേഗം ഫോൺ ചെവിയോട് ചേർത്തു. എന്താണ് ഈ മതിലിയാണി വന്ന് എന്റെ വണ്ടിയുടെ കാറ്റഴിച്ചു വിടാൻ നിനക്ക് പാതിരാത്രി എന്നോ പകലെന്നോണ്ടോ? ഇപ്പൊ ഞാൻ വിളിച്ചപ്പോ പേടിയോ? ആദത്തിന്റെ ശബ്ദത്തിൽ വശ്യമായൊരു പ്രണയഭാവം ഉണ്ടായിരുന്നു. അത് പിന്നെ പണ്ടിയ കുറുമ്പ് കാണിച്ചല്ലേ ചായ? സാറ് പതുക്കെ പറഞ്ഞു. എങ്കില് ആ കുറുമ്പൊക്കെ ഇനി എൻ്റെ അടുത്ത് മാത്രം മതി. നീ പതുക്കെ താഴേക്ക് ഇറങ്ങി വന്നേ, ആദം പറഞ്ഞു. സാറ് മമ്മിയും പപ്പയും ഉറങ്ങിയാണെന്ന് ഉറപ്പുവരുത്തി ശബ്ദമുണ്ടാക്കാതെ വീണ്ടും പിൻവാതിൽ തുറന്ന് പുറത്തിറങ്ങി. പതുങ്ങി അവൾ അതിർത്തി മതിലിനടുത്തേക്ക് ചെന്നു. ആദം മതിലിനപ്പുറത്ത് കൈകൾ പോക്കറ്റിലിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഈ ചായോ? സാറ് വിളിച്ചു. ആദം മതിലിനടുത്തേക്ക് വന്നു. അവൻ തന്റെ പോക്കറ്റിൽ നിന്ന് മനോഹരമായൊരു വെള്ളി അലങ്കരിച്ച കറുത്ത നൂലിൽ കോർത്തൊരു കുരിശുമാല പുറത്തെടുത്തു. ഇതെന്നതാ ചായോ? സാറ് കണ്ണുകൾ വിടത്തി ചോദിച്ചു. ഇതെന്റെ അമ്മച്ചി എനിക്ക് തന്നതാ. എന്റെ കൂടെ ജീവിക്കാൻ വരുന്ന പെണ്ണിന് കൊടുക്കാൻ പറഞ്ഞു വെച്ചിരുന്നത്. പണ്ടൊക്കെ ഗൗരവക്കാരനായി എന്നെ കെട്ടാൻ ആര് വരുന്നായിരുന്നു അമ്മച്ചിയുടെ വിഷമം. പക്ഷേ എന്റെ ഈ കാടിനെയൊക്കെ അലിച്ചിടാൻ ദൈവം എനിക്ക് തന്ന് ഒരു കുറുമ്പി പെണ്ണിനെയാ. ആദം സാറയുടെ കണ്ണുകളിലേക്ക് നോക്കി. എന്റെ കൂടെ കൂടാൻ എനിക്ക് സമ്മതമാണോ സാറേ? സാറയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു കുളുമ്പി. ആൾ മറുപടി പറയാതെ കൈകൾ നീട്ടി. ആദം ആ മതിൽ തുമ്പിലൂടെ അവിടെ കഴുത്തിലേക്ക് ആ മാല പതുക്കെ അണിയിച്ചു കൊടുത്തു. ആദത്തിന്റെ കൈവിരലുകൾ ആളുടെ കഴുത്തിൽ തൊട്ടപ്പോൾ സാറയൊന്ന് കോരിത്തരിച്ചു പോയി. സമ്മതമാണിച്ചായോ? മരണം വരെ ഞാൻ ഈ ചായന്റെ കുറുമ്പി പെണ്ണായിരിക്കും. സാറ ആദത്തിന്റെ കൈകൾ മുറുക്കെ പിടിച്ചു. ദൂര ജനലിലൂടെ ഇതെല്ലാം നോക്കി നിൽക്കുന്ന 2 ജോഡി കണ്ണുകൾ കൂടി ഉണ്ടായിരുന്നു. മറ്റാരുമല്ല, നമ്മുടെ മരിയും മാനും. എടി ആനെ, നമ്മുടെ പ്ലാൻ സക്സസ് ആയി. ഒടുവിൽ ചായൻ പ്രപ്പോസ് ചെയ്തു. മരിയാനെ കെട്ടിപ്പിടിച്ചു. അതെടി, പക്ഷെ ഈ വിവരം നീ എങ്ങനെ വീട്ടിൽ പറയും? അതടുത്ത വലിയ പുകില്. ആൻ താടി കൈവച്ചു. എടി, ചായൻ പ്രപ്പോസ് ചെയ്താൽ കൊള്ളാം, പക്ഷെ ഇത് നമ്മളിങ്ങനെ വീട്ടിൽ അവതരിപ്പിക്കും. സാറ് മതിലിയാടി പ്രേമിക്കുന്നതെന്ന് അറിഞ്ഞാൽ വർഗീസ് സാറ് നമ്മുടെ കാല് തല്ലിയൊടിക്കും. പിറ്റേന്ന് രാവിലെ മരിയ തന്റെ ആശങ്ക പങ്കുവെച്ചു. എനിക്കൊരു ബുദ്ധിയുണ്ട്. നമ്മൾ നേരിട്ട് പറയാതെ ഒരു അബദ്ധം പോലെ ഇത് വീട്ടിൽ ലീക്കാക്കാം. അതാവുമ്പോൾ സേഫാണ്. ആൻ കള്ളച്ചിരിയോടെ പറഞ്ഞു. അവരുടെ പ്ലാൻ ഇതായിരുന്നു. ലിവിംഗ് റൂമിൽ സാറയും മമ്മിയും പപ്പയും ഇരിക്കുമ്പോൾ മരിയും മാനും കൂടി അടുക്കളയിൽ ചെന്ന് സാറ് കേൾക്കാനെന്ന വ്യാജേന ഉറക്കെ സംസാരിക്കുക. ആ സംസാരം പപ്പയുടെയും മമ്മിയുടെയും ചെവിയിലെത്തണം. പ്ലാൻ പ്രകാരം അന്ന് ഉച്ചക്ക് വർഗീസ് സാറും മേരി മമ്മി ഹാളിൽ നിന്ന് പത്രം വായിക്കുകയായിരുന്നു.
മരിയും ആനും അടുക്കളയിലേക്ക് നടന്നു. സാർ അവിടെ ചായ ഉണ്ടാക്കിയായിരുന്നു. എടി മരിയെ, ആൻ മനഃപൂർവ്വം അല്പുച്ചതിൽ പറഞ്ഞു. നമ്മുടെ സാറയുടെ ഒരു ഭാഗ്യം നോക്കണേ, അവൾക്ക് മാളിയേക്കിൽ ആദ്യച്ചായൻ തന്നെ ചെക്കനായിട്ട് കിട്ടിയല്ലോ. രണ്ടുപേരും കട്ട പ്രേമത്തിലാണെന്നാ തോന്നുന്നത്. അതേടി ആനെ, ഇന്നലെ രാത്രി തോട്ടത്തിൽ വെച്ച് ഇച്ചായൻ അവൾക്ക് മാലയൊക്കെ ഇട്ടുകൊടുത്ത് ഞാൻ ജനലിലൂടെ കണ്ടതാ. പക്ഷെ പാവം വർഗീസ് സാറ് ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അടുക്കളയിൽ നിന്നുള്ള ഈ സംസാരം ആളിൽ നിന്ന് വർഗീസ് സാറിന്റെ ചെവിയിൽ കൃത്യമായി വീണു. പുള്ളി പത്രം പതുക്കെ താഴെ വെച്ചു. മേരി മമ്മിയും കേട്ടു. രണ്ടുപേരും പരസ്പരം നോക്കി. ആളിൽ പെട്ടെന്നുണ്ടായ നിശബ്ദത കണ്ട് സാറൊക്കെ പന്തിയേട് തോന്നി. ആൾ ചായയുമായി ഹാളിലേക്ക് വന്നു. പിന്നാലെ പരിങ്ങിക്കൊണ്ട് മരിയും ആനും. സാറേ, ഇങ്ങോട്ടൊന്ന് വന്നേ. വർഗീസ് സാറ് ഗൗരവത്തിൽ വിളിച്ചു. സാറ് വിറച്ചുകൊണ്ട് അരികിലേക്ക് ചെന്നു. എന്നതാ പപ്പ? നീയോ അപ്പുറത്ത് ആദവും തമ്മിൽ എന്താ ബന്ധം? സത്യം പറഞ്ഞോ? പപ്പയുടെ ചോദ്യം കേട്ട് സാറയുടെ കൈകൾ വിറച്ചു. ആൾ പുറകിലേക്ക് നോക്കി. മരിയാനും അപ്പോഴേക്കും ചുമരിലെ പടത്തിലേക്ക് നോക്കി ഒന്നറിയാത്ത ഭാഗത്തിൽ നിൽക്കുകയാണ്. ചതിച്ചുകള്. അത് പപ്പ, അത് പിന്നെ. സാറ് തലതാഴ്ത്തി. പെട്ടെന്ന് മേരി മമ്മി ചിരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് സാറേയും ഫ്രണ്ട്സും ഞെട്ടി. വർഗീസ് സാറിന്റെ മുഖത്തെ ഗൗരവം മാറി ഒരു വലിയ പുഞ്ചിരി വന്നു. നിങ്ങൾ വിചാരിച്ചോ ഞങ്ങൾ ഇതൊന്നും അറിയില്ലെന്ന്? വർഗീസ് സാറ് പറഞ്ഞു. അപ്പുറത്തെ മറിയാമ്മച്ചി കഴിഞ്ഞ ആഴ്ച എന്നോട് വന്ന് സംസാരിച്ചിരുന്നു. ആദ്യത്തിന് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് അമ്മച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിത് നിന്റെ വായിന്ന് കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ പപ്പയ്ക്ക് ദേഷ്യമില്ല? സാറ് കണ്ണുകളത്തോടെ ചോദിച്ചു. മാളിയേക്ക് കുടുംബത്തിലെ മരുമകളാന്ന് നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അതിൽ ഞങ്ങൾക്ക് എന്താ മോളെ വിഷമം? ആദ്യം നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള ചെക്കനാ. പപ്പയുടെ തലയിൽ തലോടി. ആളിൽ സന്തോഷത്തിന്റെ അന്തരീക്ഷം പടർന്നു. മരിയും ആനും ഹൈഫൈ പഠിച്ചു. കണ്ടോ സാറാ ഞങ്ങളുടെ ബുദ്ധി? ആര് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് അടുത്ത ബോംബ് പൊട്ടിയത്. വർഗീസ് സാറിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അത് സംസാരിച്ചു കഴിഞ്ഞ പപ്പയുടെ മുഖം പതുക്കെ ഇരുണ്ടു. എന്താ പപ്പ, ആരെ വിളിച്ചേ? സാറ് പരിഭ്രാന്തിയോടെ ചോദിച്ചു. വർഗീസ് സാറ് ഫോൺ മേശപ്പുറത്തേക്ക് വെച്ചൊരു ദീർഘശ്വാസം വിട്ടു. അത് ആന്റണിയാ വിളിച്ചത്. അവൻ നാളെ കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ആന്റണി ചേട്ടനോ? അവനെന്തിനിപ്പോ വരുന്നത്? സാറ് നെറ്റി വിളിച്ചു. അപ്പോഴാണ് വർഗീസ് സാറ് മരിയയും ആന്റണിയും നോക്കി ആന്റണിയുടെ പഴയ കഥ വ്യക്തമാക്കിയത്. നിങ്ങൾക്കറിയില്ലല്ലോ മക്കളെ, എൻ്റെ കസിൻ തുമ്പൂർ കുടുംബത്തിലെ ആളായി ആന്റണി. കൊച്ചിയിൽ സ്വന്തമായിട്ട് വലിയ കൺസ്ട്രക്ഷൻ ബിസിനസ് നോക്കുന്ന വലിയ കാശുകാരനാണ്. പണ്ട് സാറ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആന്റിയുടെ വീട്ടുകാർ ഇവിടെ അവന് വേണ്ടി ആലോചിച്ചു വന്നതാണ്. അവനാണെങ്കിൽ സാറെ കല്യാണം കഴിക്കാൻ കടുത്ത ആഗ്രഹമായിരുന്നു. പക്ഷേ അന്ന് ഇവൾക്ക് പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ആലോചന അങ്ങ് വേണ്ടെന്ന് വെച്ചു. അത് അവൻ്റെ വലിയ ബിസിനസ് ഈഗോക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു. പപ്പ പതുക്കെ സാറയുടെ അരിയിലേക്ക് വന്നു. ഇപ്പൊ നീയും മാളിയേക്കൽ തറവാട്ടിൽ ആദവും തമ്മിൽ കല്യാണം ഉറപ്പിച്ചു നാട്ടിൽ സംസാരമായല്ലോ. അതറിഞ്ഞപ്പോൾ അവൻ ഒട്ടും പിടിച്ചിട്ടില്ല. തനിക്ക് കിട്ടാത്ത അപ്പുറത്ത് ആദത്തിന് കിട്ടരുതെന്നൊരു കടുത്ത വാശി അവനുണ്ട്. അങ്കിൾ ആലോചിച്ച കാര്യങ്ങൾ ചെയ്യാൻ ആദ്യത്തെക്കുറിച്ച് എനിക്ക് ചിലതൊക്കെ പറയാനുണ്ടെന്ന് അവൻ ഫോണിൽ പറഞ്ഞു. എന്തോ കള്ളക്കഥകളും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാ അവന്റെ വരവ്. അത് കേട്ടതും അടുക്കളയുടെ സൈഡിൽ നിന്ന് സാറയുടെ മുഖം മാറി. അവൻ ഇപ്പോഴും ആ പഴയ ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഈ ചാന്റെ കാര്യത്തിൽ ഇടപെടാൻ അവനാരാ? ആൾ പല്ലുകടിച്ചു. എടി സാറേ, ശാന്തിയാവും. അവൻ നാളെ വരട്ടെ, നമുക്ക് നോക്കാം. മരിയയുടെ തോളിൽ തട്ടി. അതെ, അവനെന്തെങ്കിലും പ്ലാൻ ചെയ്യട്ടെ, നമുക്ക് കൈയോടെ പൊക്കണം. ആൻ അപ്പോഴേക്ക് അടുത്ത പ്ലാൻ ആലോചിക്കാൻ തുടങ്ങി. എന്നാൽ ആന്റണി വെറുതെ വരികയല്ല. ആദ്യത്തിന്റെ ബിസിനസ്സിൽ തകർക്കാനും സാറയുമായുള്ള കല്യാണം മുടക്കാനുമുള്ള വലിയൊരു ചതിയുടെ കള്ളരേഖകളുമായിട്ടാണ് അവന്റെ വരവെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. പിറ്റേന്ന് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ആന്റണി തന്റെ ആട്ടുംബരക്കാരൻ കാഞ്ഞിരപ്പള്ളിയുടെ സാറയുടെ വീട്ടിലെത്തി. ടൈറ്റാനിയം ഫ്രെയിമുള്ള കണ്ണടയും കോട്ടുമൊക്കെ ഇട്ട് വലിയൊരു ബിസിനസ്സുകാരന്റെ ചാടിയിലാണ് പുള്ളിയുടെ വരവ്. പണ്ടേ സാറെ കല്യാണം കഴിക്കാൻ നടന്നിട്ട് കിട്ടാത്തതിന്റെ കടുത്ത അസൂയ ഉള്ളിലുണ്ട്. വർഗീസ് സാറും മേരി മമ്മിയും അവനെ ഹാളിലേക്ക് സ്വീകരിച്ചു. സാറയും മരിയും ആനും ദൂരെ മാറിയെന്നവനെ നോക്കി മുഖം ചുളിച്ചു. എന്താ ആന്റണി പെട്ടെന്നൊരു വരവ്? വർഗീസ് സാറ് ചോദിച്ചു. അതല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളിയിൽ എനിക്കൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാനൊരു വിവരം അറിഞ്ഞത്. സാറയുടെ കല്യാണം അപ്പുറത്തെ മാളിയേക്കൽ തറവാട്ടിൽ ആദ്യമായിട്ട് ഉറപ്പിച്ചു എന്ന്. അത് ചോദിക്കാനാണ് ഞാൻ വന്നത്. ആന്റണി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. അതെ, അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ആദ്യം നല്ല യോഗ്യനായ ചെക്കനുമാ. പപ്പ അഭിമാനത്തോടെ പറഞ്ഞു. യോഗ്യനോ? അങ്കിളുടെ ആദത്തെ കുറിച്ചൊന്നും അറിയില്ല എന്ന് തോന്നുന്നു. ആന്റണി ശബ്ദം പതുക്കെ താഴ്ത്തി വിഷം ചീറ്റാൻ തുടങ്ങി. അവൻ വലിയ കൺസ്ട്രക്ഷൻ ബിസിനസ്സൊക്കെ നടത്തുന്നുണ്ടെന്ന് ശരിയാ. പക്ഷേ ടൗണിലെ വലിയ ഗുണ്ടകളുമായിട്ട് അവന്റെ കളി. കഴിഞ്ഞ ദിവസം പോലും പെരുന്നാൾ മേളിൽ വെച്ച് അവൻ ആളുകളെ തള്ളി ചതക്കുന്ന നാട്ടുകാർ കണ്ടതാ. നാളെ അവനൊരു കേസിൽപ്പെട്ട അകത്താവും. അങ്ങനെയുള്ള ഒരാൾക്ക് സാറേ കൊടുക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക്. അത് കേട്ടത് അടുക്കളുടെ സൈഡിൽ ഒളിച്ചിരുന്ന സാറെ കരിപ്പേറി. ഇവൻ എന്ത് കള്ളക്കഥയും പറയുന്നു? ഈ ചാലിനെ രക്ഷിക്കാൻ വേണ്ടിയാ അന്ന് അടിച്ചത്. ആൾ പല്ലുകടിച്ചു. എടി സാറേ, ഇവൻ അസൂയമൂത്ത് കുശുമ്പ് പറയുന്ന. എന്നാൽ ആന്റണി കളി അവിടെ നിർത്തിയില്ല. അവൻ ഫോണിൽ ആരോട് സംസാരിച്ചു. ആദ്യത്തിന്റെ ബിസിനസ് തകർക്കാൻ പറ്റിയ ചില കള്ളരേഖകൾ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുകയായിരുന്നു. സാറേ കിട്ടിയില്ലെങ്കിൽ ആദ്യത്തെ തകർക്കുക എന്നായിരുന്നു അവന്റെ ലക്ഷ്യം.
അന്ന് വൈകുന്നേരം ടൗണിൽ വെച്ച് ആന്റണി ആദത്തെ നേരിൽ കണ്ടു. ആദം തന്റെ താറിന്റെ അരികിൽ നിൽക്കുകയായിരുന്നു. ഹലോ ആദം, ഞാൻ ആന്റണി, സാറിയുടെ കസിനാണ്. ആന്റണി ചാടിൽ കൈ നീട്ടി. ആദം കൈ കൊടുക്കാതെ ഗൗരവത്തിൽ നോക്കി. കാര്യം പറ. നീ വലിയ മാസൊന്നും കാണിക്കേണ്ട ആദം, സാറേ നിനക്ക് കിട്ടാൻ പോകുന്നില്ല. നിന്റെ കള്ള ബിസിനസിന്റെ കഥകളൊക്കെ ഞാൻ പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. നാളെ നിന്റെ സൈറ്റിൽ റെയ്ഡ് നടക്കും. അതോടെ നിന്റെ കല്യാണവും മുടങ്ങും. ആന്റണി പരിഹാസത്തോടെ ചിരിച്ചു. ആദം പതുക്കെ തന്റെ കൂളിംഗ് ഗ്ലാസ് മാറ്റി ആനയുടെ മുഖത്തേക്ക് നോക്കി ഒരു തഗ്ഗി ചിരിച്ചു. എന്നിട്ട് അവന്റെ കോട്ടിന്റെ കോളിൽ പതുക്കെ തട്ടി പറഞ്ഞു, മോനെ ആന്റണി, മാളിയേക്കൽ ആത്തിന്റെ നേർക്ക് കളിക്കാൻ ഇറങ്ങുമ്പോ നീ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യണമായിരുന്നു. നീ ഉണ്ടാക്കിയ ആ കള്ളരേഖകൾ എവിടുന്നാണ് ഉണ്ടാക്കിയെന്ന് പോലും എനിക്കറിയാം. നീ എന്ത് പ്ലാൻ ചെയ്താലും അത് നിന്റെ തലയിൽ തന്നെ വന്ന് വീഴാൻ എനിക്ക് ഒരൊറ്റ ഫോൺ കോൾ മതി. സാറ് എന്റെ പെണ്ണാടാ, അവളെ നോക്കാനേ ഈ ചായന് കൈക്കരുത്തുണ്ട്. ആദത്തിന്റെ ആ ഡയലോഗ് കേട്ട് ആന്റണിയുടെ കിളി പോയി. എങ്കിലും അവൻ പത്തി മടക്കാൻ തയ്യാറായിരുന്നില്ല. വരാൻ പോകുന്ന വലിയൊരു ചതിക്ക് അവൻ കോപ്പ് കൂട്ടുകയായിരുന്നു. ആന്റണി ആദത്തിന്റെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ വ്യാജമായ ചില നിരോധിത സാധനങ്ങൾ കൊണ്ടുവച്ച് പോലീസിനെ കൊണ്ട് റെഡിപ്പിക്കാനായിരുന്നു പ്ലാൻ ഇട്ടിരുന്നത്. അതിനായി അവൻ തന്റെ ഡ്രൈവറെ കൂട്ടുപിടിച്ച് ചില പെട്ടികൾ കാറിന്റെ ഡിക്കിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആന്റണി അറിയാതെ മറ്റൊരു CID സംഘം അവന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു, നമ്മുടെ മരിയയും മാനും. സാറയുടെ നിർദ്ദേശപ്രകാരം ആന്റണിയുടെ ആഡംബരക്കാരനെ തൊട്ടടുത്ത് ഒളിച്ചെന്ന് മരിയയും മാനും അവൻ ഫോണിൽ സംസാരിക്കുന്ന കൃത്യമായി റെക്കോർഡ് ചെയ്തു. എടി സാറേ, സാധനം കിട്ടിയിട്ടുണ്ട്. അവൻ ഡ്രൈവറോട് പറയുന്നത് ഞാൻ കൃത്യമായിട്ട് ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തിന്റെ സൈഡിലേക്ക് സാധനം മാറ്റാൻ പോവാന്മാര്. മരിയ ഓടി വന്ന് സാറയോട് പറഞ്ഞു, എങ്കിലും അവനെ നമ്മൾ റോട്ടി വെച്ചതിനെ പൂട്ടും. ഈ ചാന തൊടാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. അരമണിക്കൂറിനുള്ളിൽ ആന്റണിയുടെ കാർ ടൗണിലേക്ക് പുറപ്പെട്ടു. പുറകെ തന്നെ തന്റെ സ്കൂട്ടിൽ കട്ട റൈഡിങ്ങുമായി സാറയും ബാക്കിൽ മരിയയും മാനും. ടൗണിലെ വലിയൊരു ജംഗ്ഷനിൽ വെച്ച് ആന്റണിയുടെ കാർ ട്രാഫിക് സിഗ്നലിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. സാറ് കൃത്യസമയത്ത് സ്കൂട്ടർ കൊണ്ടുവെച്ചെന്ന് കാറിന്റെ തൊട്ടുമ്പിൽ ക്രോസ് ചെയ്ത് നിർത്തി. ആന്റണി ഞെട്ടി ഗ്ലാസ് കഴത്തി. എന്താ സാറേ ഇത്? വണ്ടി മാറ്റ്. സൗകര്യമില്ല, നീ വലിയ ബിസിനസ്സുകാരൻ ചമഞ്ഞ് നടന്നിട്ട് എന്റെ ചാന പൂട്ടാൻ നോക്കിയാണല്ലേ. സാറ് കാറിനടുത്തേക്ക് ഒന്ന് ഒച്ച വെച്ചു. ടൗണിലെ ആളുകളെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങി. നീ എന്തൊക്കെയായി പറയുന്നത്? എനിക്ക് തിരക്കുണ്ട്. ആന്റണി പരിങ്ങി. അപ്പോഴാണ് ആ ജനക്കൂട്ടത വഞ്ഞു മാറ്റി കറുത്ത താറിൽ നമ്മുടെ ആദമിച്ചാൻ അങ്ങോട്ട് വന്ന് വണ്ടി നിർത്തി ഇറങ്ങി വന്ന ആദം നേരെ ചെന്ന് ആന്റണിയുടെ കാറിന്റെ ഡിക്കിൽ ഒരൊറ്റ തട്ട് തട്ടി. എന്താടാ ആന്റണി, നിന്റെ കാറിന്റെ ഡിക്കിൽ എന്തായിരിക്കുന്നെന്ന് ഞാൻ നാട്ടുകാരെ കാണിക്കണോ അതോ നീ തന്നെ തുറക്കുന്നോ? ആദ്യം ചോദിച്ചു. കൂടാതെ മരിയ വേഗം തന്റെ കയ്യിലിരുന്ന ഫോൺ എടുത്ത് ആന്റണി സംസാരിച്ച ഓഡിയോ റെക്കോർഡിംഗ് വലിയ ശബ്ദത്തിൽ പ്ലേ ചെയ്തു. ചുറ്റും കൂടിയ നാട്ടുകാരും അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരത് കേട്ടു. ഓഹോ, അപ്പൊ മാളിയേക്കലാകത്തിന്റെ സൈറ്റിൽ കള്ളത്തരം കാണിക്കാൻ വന്നാണല്ലേ നീ? ട്രാഫിക് ഡ്യൂട്ടി ഉണ്ടായിരുന്ന പോലീസ് സബ് ഇൻസ്പെക്ടർ അങ്ങോട്ട് നടന്നു വന്നു. പണ്ട് സാറേ പിടിച്ച അതേ SI തന്നെ. സാറേ, ഇവൻ വലിയൊരു ചതിയനാ, കാരണം ഡിക്കി ഒന്ന് ചെക്ക് ചെയ്തേക്ക് ആൻ വിളിച്ചു പറഞ്ഞു. പോലീസ് വന്ന് ഡിക്കി തുറന്നപ്പോൾ ആദ്യത്തെ കൊടുക്കാൻ വെച്ചിരുന്ന വ്യാജ തെളിവുകളടങ്ങിയ പെട്ടികൾ കണ്ടെടുത്തു. ആന്റണിയുടെ മുഖം നിമിഷ നേരം കൊണ്ട് വിളറി വെളുത്തു. എടാ ആന്റണി, മാളിയേക്കൽ തറവാട്ടിൽ ആണുങ്ങളോട് കളിച്ചാലേ എന്താവുമെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? സാറ് എന്റെ ആളാ, ഇനി അവിടെ നിഴൽ പോലും നീ കാണരുത്. പോലീസുകാർ ആന്റണി അവന്റെ ഡ്രൈവറെയും ജീപ്പിൽ കയറി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പ്രശ്നമൊക്കെ കഴിഞ്ഞപ്പോൾ ആദം സാറിയുടെ അടുത്തേക്ക് നടന്നു വന്നു. എന്നതാണ് ഈ ഉറുമ്പി, നീ ഇപ്പൊ എന്റെ കാര്യത്തിൽ ഇടപെടാൻ മാത്രം വലിയ ആളായോ? എന്റെ പുറകെ നടന്ന് CID കളി നടത്താൻ നിനക്ക് ആരാടി അനുവാദം തന്നത്? പിന്നെ എന്റെ ചാനലിൽ കൊടുക്കാൻ നോക്കിയ ഈ കുറുമ്പി വെറുതെ ഇരിക്കോ? സാറ മുല്ലപ്പൂ ചൂടിയ മുടിയൊന്ന് ഒതുക്കി പുഞ്ചിരിച്ചു. ആദം അവൾ നോക്കി മനോഹരമായൊന്ന് ചിരിച്ചു. ബാക്കിൽ നിന്ന് മരിയയും മാനും ഒരേപോലെ വിളിച്ചുപോയി. ഈ ചാനും കുറുമ്പിക്കും ബിഗ് സല്യൂട്ട്. ആന്റണിയുടെ ശല്യൊഴിഞ്ഞോടെ മാളിയേക്കൽ തറവാട്ടിലും സാറയുടെ വീട്ടിലും കല്യാണ തിരക്കുകൾ ആരംഭിച്ചു. കാഞ്ഞിരപ്പള്ളിയിലെ ഏറ്റവും വലിയ കല്യാണമാക്കാൻ രണ്ട് കുടുംബങ്ങളും തീരുമാനിച്ചു. പന്തലിടലും ലൈറ്റിടലൊക്കെയായി രണ്ട് വീടുകൾ ഒരാഴ്ച മുമ്പേ തന്നെ അണിഞ്ഞൊരുങ്ങി. ഇതിനിടയിൽ നമ്മുടെ കുറുമ്പിപ്പടക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, മധുരവെപ്പ് രാത്രിയിലെ തകർപ്പൻ ഡാൻസ്. എടി സാറേ, നീ മണവാട്ടിയെന്ന് വിചാരിച്ച് മാറിക്കേണ്ട കേട്ടോ. ഈ ചാനം ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു കിടിലൻ ഡാൻസ് നമ്മൾ കളിച്ചിരിക്കും. മരിയ ബെഡിൽ കിടന്ന് പാട്ടുകൾ സെലക്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. അതിനി ടൗണിലെ ഡാൻസ് മാസ്റ്റർ വിളിച്ച് നമ്മുടെ സ്റ്റെപ്പുകളൊക്കെ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ ആദ്യം ഡാൻസ് കളിക്കുവാവോ? പുള്ളിയുടെ ആ ഗൗരവം വെച്ച് നോക്കുമ്പോൾ സ്റ്റേജിൽ ചുമ്മാൽക്കാനേ വഴിയുള്ളൂ. ആൻ സംശയം പ്രകടിപ്പിച്ചു. എൻ്റെ ഈ ചായ ഡാൻസ് കളിക്കുമെന്ന് നമുക്ക് കാണാൻ മോളെ. ഞാനൊന്ന് പറഞ്ഞ ഈ ചായ അനുസരിക്കും. സാറ് അഭിമാനത്തോടെ കഴുത്തിലെ വെള്ളിക്കുരിശ് മാലയിൽ തൊട്ട് പറഞ്ഞു. അങ്ങനെ ആ മനോഹരമായ മധുരം വെപ്പ് രാത്രി വന്നുയർന്നു. മാളിയേക്കൽ തറവാടിന്റെ വലിയ മുറ്റത്ത് സജ്ജീകരിച്ചിരുന്ന സ്റ്റേജിൽ ലൈറ്റുകൾ മിന്നിത്തിളങ്ങി. ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം നിറഞ്ഞിരിക്കുന്നു. സാറ പച്ച നിറത്തിലുള്ള മനോഹരമായ ലഹങ്ക അണിഞ്ഞ് കയ്യിൽ മൈലാഞ്ചി ചുവപ്പും മുഖത്ത് പ്രണയത്തിന്റെ തിളക്കവുമായി സദസ്സിലിരുന്നു. അപ്പുറത്ത് നമ്മുടെ ആദമിച്ചായൻ കടുനീല കുർത്തയും മുണ്ടുമുടുത്ത് കട്ടലുക്കിൽ ഇരിപ്പുണ്ട്.
ആൾ നോക്കുമ്പോൾ അവൻ പതുക്കെ മീശി വിരിച്ച് കണ്ണു ചിമ്മി കാണിച്ചു. പെട്ടെന്ന് അനൗൺസ്മെന്റ് വന്നു. പ്രിയരെ, അടുത്തായി കൊണ്ട് സ്റ്റേജിൽ മണവാട്ടിയുടെയും കൂട്ടുകാരികളുടെയും വക ഒരു തകർപ്പൻ നൃത്തം. മരിയും ആനും സാറയും കൂടി സ്റ്റേജിലേക്ക് കയറി. ഒരടിപൊളി തമിഴ് മലയാളം മേഷപ്പാട്ടിനൊപ്പം മൂവരും തകർത്ത് കളിക്കാൻ തുടങ്ങി. സാറയുടെ ഓരോ ചൂടിലും ആ കുറുമ്പ് നിറഞ്ഞു നിന്നിരുന്നു. സദസ്സിലിരുന്ന ആദ്യത്തിന് അവളിൽ നിന്ന് കണ്ടെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പാട്ടിന്റെ അവസാന ഭാഗമായപ്പോൾ സാറ സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് ആദ്യത്തിന്റെ കൈ പിടിച്ച് വലിച്ചു. ആദ്യമേ നീ ചെല്ലടാ. മറിയാമ്മച്ചിയും പപ്പയും പുറകിൽ നിന്ന് തള്ളിവിട്ടു. ആദ്യം ആദ്യമൊന്നും മടിച്ചു. മുഖത്ത് പഴയ അച്ചായൻ ഗൗരവം വരുത്തിയിരുന്നു. മരിയമാനും സദസ്സ് ഒന്നിറങ്ങാൻ കൈയടിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം പതുക്കെ തന്നെ മുണ്ടൊന്നും മടക്കി കുത്തി. പിന്നെ അവിടെ നടന്ന് പൂരായിരുന്നു. സാറയുടെ ചൂടുകൾക്കൊപ്പം ആദ്യം തന്നെ മാസ് ലുക്കിൽ തകർപ്പ് സ്റ്റെപ്പുകൾ എടുത്തു വെക്കാൻ തുടങ്ങിയപ്പോൾ ആളുകൾ ആർത്തു വിളിച്ചു. കട്ട ഗൗരവക്കാരനായ ആദം ജോൺ മാളിയേക്കൽ തന്റെ പെണ്ണിന് വേണ്ടി സ്റ്റേജിൽ തകർത്താടുകയായിരുന്നു. ഡാൻസിന്റെ ഒടുവിൽ ആദം സാറയുടെ അരയിലൂടെ കൈ ചേർത്ത് അവളെ തന്നിലേക്ക് അടുപ്പിച്ച് നിർത്തി. രണ്ടുപേരുടെയും ശ്വാസം ഇടറിയ നിമിഷത്തിൽ ആദത്തിന്റെ കണ്ണുകളിൽ പ്രണയം മാത്രം ബാക്കിയായി. ബാക്കിൽ നിന്ന് മരിയമാനും വിസിലടിച്ച് കൂവി. ഇച്ചായം മാസല്ല, മരണമാസ, കൊലമാസ്. അന്ന് രാത്രി മാളിയേക്കൽ തറവാട് ഉറങ്ങിയില്ല. ചിരിയും തമാശകളും പാട്ടുമായ രാത്രി കടന്നുപോയി. നാളെയാണ് ആ വലിയ ദിവസം. സാറ മാളിയേക്കൽ തറവാടിന്റെ ഔദ്യോഗിക മരുമകളാവുന്ന ദിവസം. കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് പള്ളിയുടെ മുറ്റം രാവിലെ തൊട്ട് ആഡംബരക്കാറുകളെ കൊണ്ട് ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. പള്ളിക്കകത്ത് ആൾത്താരയ്ക്ക് മുമ്പിൽ ഒരു കറുത്ത സൂട്ടും ടൈം ഇട്ട് കട്ട ഹാൻഡ്സ് ലുക്കിൽ നമ്മുടെ ആദമിച്ചായി നിൽപ്പുണ്ടായിരുന്നു. ആളുടെ മുഖത്ത് എപ്പോഴത്തെയും പോലെ ചെറിയൊരു ഗൗരവമുണ്ടായിരുന്നെങ്കിലും കണ്ണുകൾ പള്ളിയുടെ വാതിലേക്ക് തന്നെയായിരുന്നു. പെട്ടെന്ന് ഓർഗന്റെ മനോഹരമായ സംഗീതം പള്ളിക്കുള്ളിൽ മുഴങ്ങി. എല്ലാവരും തിരിഞ്ഞു നോക്കി. വെളുത്ത മനോഹരമായ വെഡ്ഡിംഗ് ഗൗണും ധരിച്ച് കയ്യിൽ റോസാപ്പൂ ചെണ്ടുമായി പപ്പയുടെ കൈയും പിടിച്ച് സാറ പള്ളിക്കകത്തേക്ക് നടന്നു വന്നു. ആളുടെ മുഖത്ത് ആ പഴയ കുറുമ്പൊക്കെ മാറി. നാണവും പ്രണയവും നിറഞ്ഞൊരു മാലാഖയെ പോലെയായിരുന്നു അവൾ. പുറകെ വെഡ്ഡിംഗ് ഗൗണിന്റെ തലപ്പ് താങ്ങി പിടിച്ച് കട്ട് ഡിസൈനർ സാരിയും എടുത്ത് നമ്മുടെ മരിയമാനും നടന്നു വരുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് അവറ്റകൾ സാറയെ നോക്കി കണ്ണുചിമ്മി കാണിക്കുന്നുണ്ട്. ആദം സാറയെ തന്നെ നോക്കി നിന്ന് പോയി. അവൾ അടുത്തു വന്ന വർഗീസ് സാറയുടെ കൈ ആദത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ആദത്തിന്റെ ആ വലിയ കൈയിലേക്ക് തന്റെ കുഞ്ഞു കൈകൾ ചേർത്ത് വെച്ചപ്പോൾ സാറയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. അച്ഛന്റെ പ്രാർത്ഥനകൾക്ക് ശേഷം ആ വലിയ മുഹൂർത്തം വന്നു. ആദം പതുക്കെ മിന്നെടുത്ത് സാറയുടെ കഴുത്തിൽ കെട്ടി. പള്ളിക്കുള്ളിൽ ഒന്നിച്ച് 3 വട്ടം മണി മുഴങ്ങി. സാറ പതുക്കെ കണ്ണുകൾ പൂട്ടി പ്രാർത്ഥിച്ചു. അടുത്തതായി ആദം മനോഹരമായ കസവ് മന്ത്ര കൂടി സാറയുടെ തലയിലൂടെ പുതപ്പിച്ചു കൊടുത്തു. ഇനി നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരാണ്. അച്ഛൻ പ്രഖ്യാപിച്ചും പള്ളിക്കകത്ത് വലിയ കയ്യടി ഉയർന്നു. ആദം സാറയുടെ മുഖത്തേക്ക് നോക്കി പതുക്കെ പുഞ്ചിരിച്ചു. സാറ് നാണത്തോടെ തലതാഴ്ത്തി. വൈകുന്നേരം മാളിയേക്കൽ തറവാടിലെ വലിയ റിസപ്ഷൻ കഴിഞ്ഞ് 2 കുടുംബങ്ങൾ ഒത്തുകൂടിയ സമയത്താണ് സാറയുടെ വീട്ടിൽ നിന്നുള്ള യാത്രയഴപ്പ് ചടങ്ങ് തുടങ്ങിയത്. മമ്മിയെയും പപ്പയെയും കെട്ടിപ്പിടിച്ച് സാറ് പതുക്കെ കരയാൻ തുടങ്ങിയപ്പോൾ ആദത്തിന്റെ മനസ്സറിഞ്ഞു. അവനവളുടെ തോളിൽ ചേർത്ത് പിടിച്ചു. യാത്ര പറയാൻ നേരം മരിയയും ആരും ഓടി അരികിലെത്തി. എടി കുറുമ്പി, നീ ഇനി അപ്പുറത്തെ വീട്ടിലെ മരുമകളാ. ഇനി അവിടെ ചെന്ന് ഫ്യൂസ് വരാനും നിൽക്കരുത് കേട്ടോ. മരിയ കണ്ണീനുള്ളിലും തമാശ പറഞ്ഞു. അതെടി സാറേ, ഈ ചായ പാവാ, അധികം പമ്പടിപ്പിക്കരുത് കേട്ടോ ഈ ചായ. ആൻ ആദത്ത് നോക്കി ചിരിച്ചു. നിങ്ങൾ രണ്ടുപേരില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ മനോഹരാവില്ലായിരുന്നു. എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് പോരും മക്കളെ. സാറ് ഇരുവരെയും കെട്ടിപ്പിടിച്ചു. അങ്ങനെ വണ്ടിയുടെ ഓൺ ശബ്ദത്തോടെ സാറ ആദത്തിന്റെ കൈ പിടിച്ച് ആ മാളിയേക്കൽ തറവാടിന്റെ മുറ്റത്തെത്തി. മറിയാമ്മച്ചി കത്തിച്ച നിലവിളക്കുമായി പൂമുഖത്ത് അവളെ കാത്തു നിന്നു. നിലവിളക്കിന്റെ പ്രകാശം ആദത്തിന്റെയും സാറയുടെയും മുഖങ്ങളിൽ പതിഞ്ഞു. നിറഞ്ഞ മനസ്സോടെ മറിയാമ്മച്ചി അവളെ മാളിയേക്കൽ തറവാടിലേക്ക് സ്വാഗതം ചെയ്തു. ആദത്തിന്റെ തോൾ ചാരിയുന്നുകൊണ്ട് ആ വീടിന്റെ ഐശ്വര്യം നോക്കിയെന്ന സാറയെ നോക്കി ആനകളുടെ കാതിൽ പതുക്കെ മന്ത്രിച്ചു. എന്റെ സ്വന്തം കുറുമ്പി പെണ്ണിന് മാളിയേക്കൽ തറവാട്ടിലേക്ക് സ്വാഗതം. ഇനി മുതൽ ഈ വീടിന്റെ ഓരോ സ്പന്ദനവും നിന്റേതു കൂടിയാണ്. കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ പിന്നിട്ടിട്ടും മാളിയേക്കൽ തറവാട്ടിൽ ആ പഴയ ഗൗരവക്കാരൻ ആദത്തെ ആരും കണ്ടില്ല. എപ്പോഴും ചിരിച്ചും സാറയുടെ പുറകെ നടന്നുമൊക്കെ ഇച്ചായനാകെ മാറിപ്പോയി. നാട്ടുകാരും വീട്ടുകാരും ഒരുപോലെ പറയുന്നു ആദത്തിന്റെ കലിപ്പൊക്കെ ആ കുറുമ്പി പെണ്ണങ്ങ് മാറ്റിയെന്ന്. അന്ന് രാത്രി കനത്ത മഴ പെയ്യുന്ന ഒരു കാഞ്ഞിരപ്പള്ളി രാത്രിയായിരുന്നു. റബ്ബർ തോട്ടത്തിന് മുകളിലൂടെ തണുത്ത കാറ്റ് വീശിയടിക്കുന്നുണ്ടായിരുന്നു. മുറിയുടെ ജനലിലൂടെ പെയ്യുന്ന മഴയും നോക്കി നിൽക്കുകയായിരുന്നു സാറ. കസവുകാരയുള്ള ഒരു നാടൻ സാരിയായിരുന്നു അവളുടെ വേഷം. കഴുത്തിൽ ആദം അണിയിച്ച വെള്ളിക്കുരിശുമാലയും മിന്നും തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് പുറകിലൂടെ 2 ശക്തമായ കൈകൾ വന്ന് അവിടെ അരയിലൂടെ മുറുകെ പുണർന്നു. സാറയൊന്ന് ഞെട്ടിയെങ്കിലും ആ നെഞ്ചിന്റെ ചൂടും സുഗന്ധം അവൾക്ക് പരിചിതമായിരുന്നു. ആദം തന്റെ താടിയോടെ തോളിൽ പതുക്കി ഉരസിക്കൊണ്ട് ആള് തന്നിലേക്ക് ഒന്നുകൂടി ചേർത്ത് നിർത്തി. ആ സ്പർശനത്തിൽ സാറയുടെ ഉള്ളിലൂടെ ഒരു പ്രണയവിറയിൽ പാഞ്ഞുപോയി. എന്താണ് ഈ കുറുമ്പി പെണ്ണെ, മഴയും നോക്കി വലിയ ആലോചനയിലാണല്ലോ.
ആദ്യം അവളുടെ കാതോരം പതുക്കെ ചോദിച്ചു. അവന്റെ ചൂടുള്ള ശ്വാസം അവളുടെ കഴുത്തിൽ തട്ടിയപ്പോൾ സാറയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. ഞാൻ നമ്മുടെ ആദ്യത്തെ കൂടിക്കാഴ്ച ആലോചിക്കായിരുന്നു ഇച്ചായോ. അത് നിങ്ങളുടെ ആ വില കൂടിയ ഷർട്ടിൽ ഞാൻ പായസം ഒഴിച്ചപ്പോൾ എന്നെ കടിച്ചു കീറാൻ വന്ന ആ മുഖം. സാറ പതുക്കെ തിരിഞ്ഞ ആത്തിന്റെ കഴുത്തിൽ കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അന്ന് നീ ആ പായസം എന്റെ ഷർട്ടിൽ അല്ലടി ഒഴിച്ചത്, നേരെ എന്റെ ഹൃദയത്തിലേക്ക് ഒഴിച്ചു തന്നത്. അത് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി കള്ളച്ചിരിയോടെ പറഞ്ഞു. അന്ന് തൊട്ട് എന്റെ ഈ നെഞ്ചില് നീ മാത്രമേ ഉള്ളൂ. ആഹാ, എന്റെ ഇച്ചാൻ ഇത്രയും വലിയ റൊമാൻറ്റിക് ആയിരുന്നു. പണ്ട് ചാടാണിച്ചാണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. സാറ അവന്റെ കട്ടി വീശിൽ പതുക്കെ വിരലോടിച്ചു. നിന്റെ ഈ കുറുമ്പ് മാറ്റാൻ ഞാൻ ഒരുപാട് നോക്കിയതാ, പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, നിന്റെ ഈ കുറുമ്പാണ് എന്റെ ജീവൻ. ആദം വളരെ ആർദ്രമായി പറഞ്ഞു. അവൻ പതുക്കെ കുനിഞ്ഞവളുടെ നെറ്റിയിൽ ചുണ്ടുകളമർത്തി. ആ ചുംബനത്തിന് ഒരായുസിന്റെ മുഴുവൻ പ്രണയത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും ചൂടുണ്ടായിരുന്നു. സാറ കണ്ണുകൾ പൂട്ടി ആ പ്രണയതീരത്ത് അലിഞ്ഞു ചേർന്നു. പെട്ടെന്നാണ് മുറിക്ക് പുറത്തുനിന്ന് ഒരു നേരത്തെ ചുമ കേട്ടത്. രണ്ടുപേരും പെട്ടെന്ന് മാറി നോക്കിയപ്പോൾ ദാ നിൽക്കുന്നു. പകുതി തുറന്നു കിടന്ന വാതിലിന്റെ മറവിലൂടെ തലയൊളിച്ച് നോക്കിക്കൊണ്ട് നമ്മുടെ മരിയയും മാനും അവറ്റകൾ പതിവ് പോലെ അന്ന് അവിടെ സന്ദർശനത്തിന് എത്തിയതായിരുന്നു. അയ്യോ, ഞങ്ങളൊന്നും കണ്ടില്ലേ, ഈ ചായ റൊമാൻസിന്റെ അങ്ങേ അറ്റത്താണല്ലോ. മരിയ വായപൊത്തി ചിരിച്ചു. അതേടി, പണ്ട് പമ്പടിപ്പിച്ച ഈ ചായ ഇപ്പൊ ദാ പ്രണയടിച്ച് കയറ്റുന്നു. ഞാൻ ആദത്തെ കളിയാക്കി. ആദം പതുക്കെ തലയിൽ കൈവച്ചു. എന്റെ കർത്താവേ, കല്യാണം കഴിഞ്ഞിട്ട് ഈ രണ്ട് കുരങ്ങന്മാരുടെ ശല്യം ഒഴിഞ്ഞില്ലല്ലോ. ആദം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സാറ ആത്തിന്റെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് ആ കൂട്ടുകാരെ നോക്കി ഉറക്കി ചിരിച്ചു. ആ തണുത്ത കാഞ്ഞിരപ്പള്ളി രാത്രിയിൽ മാളിയേക്കൽ തറവാടിന്റെ ആ മുറിയിൽ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും കോമഡിയുടെയും വെളിച്ചം നിറഞ്ഞിരുന്നു. ആദത്തിന്റെ നെഞ്ചിലേക്ക് തലചായ്ക്കുമ്പോൾ സാറ മനസ്സിൽ പറഞ്ഞു. കാലവും കാറ്റും എത്ര മാറി മറിഞ്ഞാലും ഈ കാഞ്ഞിരപ്പള്ളി മണ്ണിൽ എൻ്റെ ശ്വാസം നിലക്കും വരെ വിയർപ്പിലും പ്രാർത്ഥനയിലും ഞാൻ ചേർത്ത് വെച്ച എൻ്റെ ആ കരിപ്പനിച്ചായൻ്റെ മാത്രം പ്രണയമായി, അവൻ്റെ മാത്രം കുറുമ്പി പെണ്ണായി ഞാനുണ്ടാവും. ആളുടെ നെറ്റിൽ ആദം പതുക്കെ ചുണ്ടുകൾ അമർത്തി. ആ ചുംബനത്തിന് ഒരാഴ്ച മുഴുവൻ അവളെ കാത്ത് സംരക്ഷിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. മാളിയകൽ തറവാട്ടിൽ ആ കലിപ്പനീച്ചായന്റെ നെഞ്ചിൽ ആ കുറുമ്പി പെണ്ണങ്ങനെ പ്രണയത്തിന്റെ ഒരു വസന്തകാലം തീർത്തു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.